മാനസാന്തരത്തിന്റെ പടവുകൾ. എന്റെ സമ്പത്തിന്നു ചൊല്ലുവാൻ വേറെയൊന്നും യേശു മാത്രം സമ്പത്താകുന്നു. എന്റെ സമ്പത്തിന്നു മാനസാന്തരത്തിന്റെ പടവുകൾ പ്രോഗ്രാമിൽ നാം ഇന്ന് പരിചയപ്പെടുന്നത് തിരുവനന്തപുരം ജില്ലയിൽ നെയ്യാറ്റിങ്കര മണിവിള സ്വദേശി സഞ്ചാര സുവിശേഷകൻ രാജൻ ചാക്കോയുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളുമാണ്. നിരവധിയായ ജീവിത പരീക്ഷണങ്ങളിലൂടെയും പ്രതിസന്ധികളിലൂടെയും പ്രതികൂലങ്ങളിലൂടെയും ക്രിസ്തുവിന്റെ സ്നേഹം രുചിച്ചറിഞ്ഞ രാജൻ ചാക്കോ ഇന്ന് നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ്. നാമധേയ ക്രിസ്ത്യാനി കുടുംബത്തിൽ ജനിച്ച വ്യക്തിയാണ് ഞാൻ. നാമധേയ ക്രിസ്ത്യാനി എന്ന് പറയുമ്പോൾ CSI ബാക്ക്ഗ്രൗണ്ടാണ് എൻ്റെ പൂർവ്വപിതാക്കൾ ആരാധിച്ചത്. ആരാധിക്കുക എന്ന് പറഞ്ഞാൽ CSIയിലുള്ള പ്രാർത്ഥന ഞാൻ തെറ്റെന്നോ അല്ലെങ്കിൽ നല്ലതെന്നോ പറയാൻ വേണ്ടിയിട്ടല്ല ഞാൻ ഇവിടെ വന്നിരിക്കുന്നത്. എൻ്റെ അമ്മയുടെ ഇളയച്ചനും 2 ഇളയച്ചന്മാർ, ഒരാൾ CSIയിലെ കൺവെൻഷൻ പ്രാസംഗികനായിരുന്നു, ഒരാൾ CSIയിലെ അച്ഛനുമായിരുന്നു. ആ ബാക്ക്ഗ്രൗണ്ടിലാണ് വളർന്നു വന്നെങ്കിലും എൻ്റെ പഠിത്ത കാലം വിദ്യാഭ്യാസ ജീവിതമൊക്കെ കഴിഞ്ഞു. ഞാൻ എൻ്റെ ജോലിയിലൊക്കെ പ്രവേശിക്കുക ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഞാനൊരു സ്റ്റോറിൽ വർക്ക് ചെയ്യുകയായിരുന്നു. അപ്പോൾ ഉച്ചയ്ക്ക് ഞാൻ ഭക്ഷണം കഴിക്കാനൊക്കെ വരുമ്പോൾ തൊട്ടടുത്തുള്ള TPM ചർച്ചിൽ മദർമേർ വരുന്ന ഞങ്ങളുടെ വീട്ടിൽ വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ പതിവായിരുന്നു. ആ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ ഞാൻ അവരോട് എതിർത്താണ് പറഞ്ഞത്. അവർ പറഞ്ഞതിന് ഒന്നിനും ഞാൻ നല്ല കാര്യമായിട്ട് പറഞ്ഞിട്ടില്ല. കാരണം ഞാൻ CSI ബാക്ക്ഗ്രൗണ്ടിലായതുകൊണ്ട് ഈ ബന്ധക്കോസ് ആരാധന എനിക്കത്ര പിടുത്തമില്ല, സിക്കുന്നതല്ല. വെള്ളയും ഇട്ടുകൊണ്ട് പോയി അവിടെ ചെന്ന് നടന്ന് ആതാളി കൂട്ടൊന്നും ഇഷ്ടമില്ല, അങ്ങനെ പറഞ്ഞ് അവരൊക്കെ ആക്ഷേപിക്കുന്ന സാഹചര്യമുണ്ടായിരുന്നു. എങ്കിലും ആ വന്ന മദർമാർ അതിന് എതിർത്ത് പറയാതെ അവർ സമാധാനമായിട്ട് കേട്ടുകൊണ്ട് അതിന് നല്ല നല്ല കാര്യങ്ങൾ എന്നോട് പറഞ്ഞു പോവുകയായിരുന്നു ചെയ്തത്. ഒരു നാൾ ആ മദർ എന്നോട് പറഞ്ഞു, മകനെ, നീ ഇന്നല്ലെങ്കിൽ നാളെ ഈ സത്യവേദ പുസ്തകം എടുത്തുകൊണ്ട് ആയിരങ്ങൾക്ക് പ്രയോജനകരമായി തീരും എന്നൊരു ദൂത് അവർ പറഞ്ഞിട്ടാണ് അന്ന് പോയത്. ഞാൻ അന്ന് അവരെടുത്ത് തർക്കിച്ച് പറഞ്ഞു എന്തെന്ന് വെച്ചാൽ, ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് പോവുകയും ആ ദൂത് എൻ്റെ മനസ്സിൽ കിടക്കുകയും ദൈവം അത് നീതിയായിട്ട് കണക്കിട്ടു എന്ന് മാത്രമേ പറയാനുള്ളൂ. എൻ്റെ വിദ്യാഭ്യാസം കഴിഞ്ഞു, ഞാൻ സ്റ്റേഷനറി ജോലിയൊക്കെയായിട്ട് നിന്നു. അങ്ങനെ ഇരിക്കെ ഞാൻ ഈ പ്രദേശം വിട്ട് കോയമ്പത്തൂരിൻ്റെ ഭാഗത്തേക്ക് പോവുകയും അവിടെ ഒരു കമ്പനിയിൽ 2 വർഷം പണിയെടുക്കുകയും ഒക്കെ ചെയ്തു. ഒരു പേപ്പർ ഉണ്ടാക്കുന്ന കമ്പനിയിലാണ്. ആ കമ്പനിയിൽ പണിയെടുത്ത് കൊണ്ടുവന്നിട്ട് അവിടെ നിന്ന് ഞാൻ തിരിച്ച് നാട്ടിൽ വരികയും നാട്ടിൽ വരുന്ന വീണ്ടും ആ ബിസിനസ് സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അവിടെ നിന്ന് വരികയും വിവാഹിതനാവുകയും ചെയ്തു. വിവാഹം ആയി കുറച്ച് നാൾ കൂടി കോഴിക്കോടിൻ്റെ ഭാഗത്തിരിക്കുകയും മടങ്ങി വീട്ടിലിഞ്ഞ് വരികയും ഒക്കെ ചെയ്തു. 1993 എനിക്കൊരു കുഞ്ഞ് ജനിക്കുകയും ആ കുഞ്ഞിനോടും ഭാര്യയോടും മാതാവിനോടും എൻ്റെ വികലാംഗനായ ഒരു അമ്മാവനുണ്ടായിരുന്നു, അവരുമായിട്ട് ഞാൻ താമസിക്കുകയായിരുന്നു. അങ്ങനെ ഇരിക്കെ എൻ്റെ ഭാര്യ ദന്തൽ നേഴ്സായിരുന്നു. അവർ ഗവൺമെൻറ് തലത്തിൽ അവർ വിദേശത്ത് പോവുകയും കുഞ്ഞിന് 1.5 വയസ്സായപ്പോൾ തന്നെ വിദേശത്ത് പോവുകയും ചെയ്തു. എന്നാൽ ആ വിദേശത്ത് പോകുന്നതിന് മുമ്പേ എല്ലാം ഞങ്ങൾ CSIയിൽ പോവുകയും പ്രാർത്ഥിക്കുകയും ആരാധിക്കുകയൊക്കെ ചെയ്തു.
ഭാര്യ വിദേശത്ത് പോയി ഒരു മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ മാതാവ് ഈ ലോകത്തിൽ നിന്ന് മാറ്റപ്പെടുകയുണ്ടായി. അപ്പോഴും ഞാൻ CSIയിലാണ്. ആ CSI ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് ആരാധനയും എല്ലാം ഉണ്ടായിരുന്നു. 6 മാസം കഴിഞ്ഞപ്പോൾ എൻ്റെ അമ്മാവനും മരണപ്പെട്ടു. അങ്ങനെ മരണപ്പെട്ട് അങ്ങനെ ഇരിക്കുമ്പോൾ എവിടെന്നോ വന്നൊരു ദേവദാസൻ മരണവീടാണെന്ന് കണ്ട് അവിടെ കയറി പ്രാർത്ഥിക്കുകയും ഈ ഭവനത്തിൽ ഇനിയും ഒരു മരണം സംഭവിക്കാനിടയുണ്ടെന്ന് പറയുകയും ചെയ്തു. അങ്ങനെ പറഞ്ഞപ്പോൾ എനിക്ക് മനസ്സിനകത്ത് ഭയങ്കര വേദനയും നിരാശയൊക്കെ തോന്നി. ഒന്നുകിൽ ഞാൻ മരിക്കണം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ മരിക്കണം, അല്ലെങ്കിൽ എനിക്ക് ദാനമായി തന്ന കുഞ്ഞ് മരിക്കണം. എനിക്ക് മനസ്സമാധാനമില്ലാതായി. അങ്ങനെ ഞാൻ ഇവിടെ നിന്നിട്ട് ഈ CSIയിൽ നിന്നിട്ട് ഞങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാൻ ആരുമില്ല, ഞങ്ങൾക്ക് പ്രാർത്ഥനയില്ല എന്ന് പറഞ്ഞിരിക്കുമ്പോൾ തന്നെ ഞങ്ങളുടെ പ്രദേശത്ത്, മണിയുള്ള പ്രദേശത്ത് സാബു എന്ന് പറഞ്ഞൊരു ദേവദാസൻ AG ചർച്ചുമായി ബന്ധപ്പെട്ട് അവിടെ വന്നൊരു സഭ സ്ഥാപിക്കുകയും ചെയ്തു. ആ സഭ സ്ഥാപിച്ചു. അവിടെ ഞാൻ ഇടയ്ക്കിടയ്ക്ക് പോകും, ഇടയ്ക്കിടയ്ക്ക് CSIയിലും വരും. അങ്ങനെ ആയിരുന്നപ്പോൾ ആ ദേവദാസൻ പറഞ്ഞു, നിൽക്കുന്നെങ്കിൽ നീ ഒരിടത്ത് നിൽക്കണം, അങ്ങുമിഞ്ഞും ഓടി നടക്കരുത് എന്ന് പറഞ്ഞു. എന്നാൽ എനിക്ക് CSI വിടാനും പാടില്ല, എനിക്ക് പ്രാർത്ഥനയും വേണം. അങ്ങനെ ഒരു കാലഘട്ടത്തിൽ അങ്ങനെ നീങ്ങിപ്പോയി. അപ്പോഴാണ് 1997 KA എബ്രഹാം പാസ്റ്റർ വിളിച്ച് അവിടെ ഒരു കൺവെൻഷൻ നടത്തുകയും ആ കൺവെൻഷൻ്റെ 3-ാമത് ദിവസം ഞായറാഴ്ച സ്നാനപ്പെടാൻ ആരെങ്കിലും ഉണ്ടെന്ന് പറഞ്ഞു. ഞാൻ കൈ ഉയർത്തുകയും ചെയ്തു. ഞാൻ കൈ ഉയർത്തി. അപ്പോൾ സ്നാനത്തിന് വേണ്ടിയിട്ട് ഞാൻ തീരുമാനമെടുത്തു. ആ സ്നാനത്തിന് തീരുമാനമെടുത്ത് സ്നാനപ്പെടുവാൻ വേണ്ടിയിട്ട് പോയപ്പോൾ AGയിലെ അന്നത്തെ നെയ്യാറ്റിൻകര സെക്ഷനിലെ സെൻട്രൽ പാസ്റ്റർ എന്ന സ്റ്റീവൻ പാസ്റ്റർ വന്ന് എന്നെ സ്നാനപ്പെടുത്തുകയും ചെയ്തു. സ്നാനപ്പെട്ട് ഇനി വീട്ടിൽ വന്നപ്പോൾ എൻ്റെ അമ്മയുടെ മൂത്ത സഹോദരൻ, അവർ CSIയിലെ ബാക്ക്ഗ്രൗണ്ടിൽ നിൽക്കുന്ന അവരെല്ലാം എന്നെ പരോക്ഷമായിട്ട് വളരെ അധികം ദോഷകരമായിട്ടെല്ലാം എന്നോട് സംസാരിച്ചു. ഭാര്യ ഇല്ലാത്തതുകൊണ്ടാണ് ഇവൻ ബെന്തക്കോസിൽ പോയതെന്നൊക്കെ പറഞ്ഞ് എന്നെ ആക്ഷേപിക്കുകയും നിന്ദിക്കുകയും പരിഹസിക്കുകയൊക്കെ ചെയ്തു. എന്നാൽ ഇത് ബെന്തക്കോസിൻ്റെ ഒരു അനുഭവം എൻ്റെ മനസ്സിലുള്ളതുകൊണ്ട് ഞാൻ അതിന് മറുപടി ഒന്നും പറയാതെ ഞാൻ ദൈവമേ എന്ന് പറഞ്ഞിട്ട് എനിക്കറിയാവുന്ന രീതിയിൽ ഞാൻ പ്രാർത്ഥിക്കുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് ഞാൻ പോവുകയായിരുന്നു. അങ്ങനെ പ്രാർത്ഥിച്ച് പോയിക്കൊണ്ടിരുന്നപ്പോൾ ഭാര്യ ലീവിന് വന്നപ്പോൾ ബെന്തക്കോസിൽ പോയി സ്നാനപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്കിവിടെ വെച്ച് പിരിയാം. ബെന്തക്കോസിൽ പോയത് ഒരു പുരുഷനുമായിട്ട് ജീവിക്കാൻ എനിക്ക് ബുദ്ധിമുട്ടുണ്ടാണെന്ന് പറഞ്ഞു. ഞാൻ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. ഞാൻ അതിനും ദൈവത്തോട് ഇരുന്ന് പ്രാർത്ഥിക്കുക മാത്രമേ ചെയ്തുള്ളൂ. എന്തോ ദൈവം എൻ്റെ പ്രാർത്ഥന കേട്ടു. അവർ പിന്നെ അതിനൊന്നും മറുപടി പറഞ്ഞില്ല. മറുപടി പറയാതെ ഞങ്ങളങ്ങനെ കഴിഞ്ഞു പോയി. ഒരു 2-4 വർഷം അങ്ങനെ പോയതിന് ശേഷം ഞാൻ ഞങ്ങളുടെ AG സഭയിൽ നിന്നിട്ട് അവർ പറഞ്ഞ് എനിക്കൊരു കച്ചവട സ്ഥാപനം വിട്ടു തന്നു. അത് സ്റ്റേഷനറി സ്റ്റോറായിട്ടാണ് വിട്ടു തന്നു. പക്ഷേ അതൊരു 3-4 വർഷം മാത്രമേ അത് നടത്താൻ കഴിഞ്ഞുള്ളൂ. കാരണം ഞാൻ എവിടെ തൊട്ടാലും അത് പരാജയമായി ഇരിക്കുകയായിരുന്നു ചെയ്തത്. എന്നാൽ ഭാര്യ അവരാരോ കാശ് നശിപ്പിച്ചു എന്ന് പറഞ്ഞിട്ട് എന്നോട് മിണ്ടാതെയായി. ഇങ്ങനെ വന്നപ്പോൾ തിരുവനന്തപുരം പ്രദേശത്ത് നെയ്യാറ്റിൻകര പ്രദേശത്ത് വന്നിട്ട് റോബർട്ട് ഉപവാസവും പ്രാർത്ഥനയുമൊക്കെ നടത്തുക പറഞ്ഞു. അതിനു മുമ്പ് റോബർട്ട് രക്ഷിക്കപ്പെട്ടത് ഈ KA എബ്രഹാമിൻ്റെ ആ കൺവെൻഷനിലാണ് റോബർട്ടും രക്ഷിക്കപ്പെട്ട് ഉപവസിക്കാൻ തുടങ്ങി.
ഉപവസിക്കാൻ തുടങ്ങിയപ്പോൾ ഈ റോബർട്ട് എന്ന് പറഞ്ഞ ഒരു വ്യക്തി എൻ്റെ വീട്ടിലാണ് വന്ന് ഉപവാസത്തിന് വന്ന് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തത്. എന്നാൽ റോബർട്ട് ഒരു പ്രാർത്ഥിക്കുമ്പോൾ ഞാൻ ടി വി ഇട്ട് കണ്ടുകൊണ്ടിരിക്കും. അതായിരുന്നു മതി. ഒടുവിൽ റോബർട്ട് നെയ്യാറ്റിൻകര ഭാഗത്ത് ഒരു ചർച്ച് ആരംഭിക്കുകയും ഉപവാസവും പ്രാർത്ഥനയൊക്കെയായി എൻ്റെ ബിസിനസ്സും തകർന്നു കൊണ്ടുവന്നു. ആ ബിസിനസ് തകർന്നു വന്നപ്പോൾ ഞാൻ പിന്നെ ദൈവത്തോട് കൂടുതൽ അടുക്കുവാൻ തുടങ്ങി. ദൈവത്തോട് കൂടുതൽ അടുത്ത് തുടങ്ങിയപ്പോൾ ഞാൻ പിന്നെ പാട്ടും പ്രാർത്ഥനയും ഉപവാസവുമായിട്ട് മാറി. കടയിൽ ശ്രദ്ധിച്ചില്ല, കടയിൽ വരുമാനം ഇല്ല. അങ്ങനെയായിരുന്നപ്പോൾ ഒരു സുപ്രഭാതത്തിൽ ആ സ്റ്റേഷനറി കട പൂട്ടുകയും പിന്നെ ഞാൻ സുവിശേഷത്തിൽ ഇറങ്ങുകയും ചെയ്തു. പിന്നെ എനിക്ക് ഭാര്യ ഗൾഫിലാണ്, വിദേശത്താണ്. പക്ഷേ ഞാൻ ബന്ധക്കോസ് ആയതുകൊണ്ട് 1 രൂപ പോലും എനിക്ക് ചിലവിന് തരില്ല. അങ്ങനെ ഒരവസ്ഥയായിരുന്നു. അപ്പോൾ എനിക്ക് പാട്ടും പ്രാർത്ഥനയല്ലാതെ മറ്റൊന്നുമില്ല. ആ ഒരു നിലവാരത്തിലായി. ഞാൻ ഒരു മാസം 30 ദിവസമുണ്ടെങ്കിൽ 15 ദിവസവും ഉപവാസത്തിലായിരുന്നു. കാരണം ഭക്ഷിക്കാൻ ആഹാരം ഇല്ലാതെ വരുമ്പോൾ ഞാൻ ഉപവസിക്കുന്ന പതിവായി. അങ്ങനെ ഞാൻ ഉപവാസത്തെ ഏറ്റെടുത്തു. ഒരു കാലത്ത് ഭവനത്തിൽ നിന്നും ബന്ധുക്കളിൽ നിന്നും ഒറ്റപ്പെട്ട് ക്രിസ്തുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചതിൻ്റെ പേരിൽ നിന്ദകളും പരിഹാസങ്ങളും ഏറ്റുവാങ്ങിയ രാജൻ ചാക്കോ ഇന്ന് അനേകർക്ക് ക്രിസ്തുവിൽ സ്നേഹവും ആശ്വാസവും പകർന്നു നൽകിക്കൊണ്ട് തൻ്റെ യാത്ര തുടരുകയാണ്. കടുക്കാമൂട് പുതുവൽ മിഷൻസ് ഫോർ നേഷൻസ് ചർച്ച് സഭാ ശുശ്രൂഷകനായും സഞ്ചാര സുവിശേഷകനായും സുവിശേഷവേലയിൽ പ്രവർത്തനങ്ങൾ തുടരുകയാണ് രാജൻ ചാക്കോ. അങ്ങനെ ഇരുന്നപ്പോൾ റോബർട്ടുമായിട്ട് ഞാൻ കൂടുതൽ എടുക്കുകയും റോബർട്ട് 21 ദിവസം 15 ദിവസമൊക്കെ ഫാസ്റ്റിംഗ് പ്രെയർ നടത്തുക പതിവായിരുന്നു. ആ ഫാസ്റ്റിംഗ് പ്രെയർ നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ഞാനാണ് ശിവകാശി പോയി വാൾ പോസ്റ്റ് അടിച്ചു കൊണ്ടുവരുന്നത്. വാൾ പോസ്റ്റ് എന്ന് പറയുന്നത് ഡബിൾ ക്രബൺ, അതായത് വലിയ വീതി നീളമുള്ള വാൾ പോസ്റ്റാണ് അവിടെ നിന്ന് അടിച്ച് കിട്ടുന്നത്. അത് ഏകദേശം 4000-ഓളം വാൾ പോസ്റ്റുകൾ ഞാൻ ട്രെയിനിൽ പോയി അവിടെ ചെന്നിട്ട് അടിച്ച് തിരിച്ച് രാത്രിയുള്ള ട്രെയിനിൽ തന്നെ തിരിച്ചു കൊണ്ടുവരും. അങ്ങനെയൊക്കെ കൊണ്ടുവന്ന് ഒരു സുപ്രഭാതത്തിൽ ഇതടിക്കാൻ പോയപ്പോൾ അവിടെ നിന്ന് എനിക്ക് ചിക്കൻ കുനിയ പിടിച്ചു. ഞാനിവിടെ വന്നു. പിന്നെ ദൈവത്തോട് കൂടുതൽ അടുക്കുകയും ചെയ്തു. കൂടുതലെടുക്കുക എന്നപ്പോൾ ഒരു വീട്ടിനകത്ത് തന്നെ അവർ അമ്മാവനും അമ്മാവിയും എല്ലാം അവർ നല്ല ഭക്ഷണമൊക്കെ ഉണ്ടാക്കി മീനെല്ലാം വറുത്ത് അങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും. ഞാനിവിടെ ഇപ്പുറം ഉപവാസമായിരിക്കും. ഉപവാസം എടുക്കാൻ കാരണം എന്നെക്കൊണ്ട് ദൈവം ഉപവാസം എടുപ്പിച്ചതാണെന്ന് തന്നെ പറയാം. കാരണം എൻ്റെ വീടിരിക്കുന്നത് മെയിൻ റോഡിൻ്റെ കരയിലാണ്. ആ കരയിലിരിക്കുന്ന വീടായതുകൊണ്ട് ആ വസ്തുന്മേൽ പലർക്കും കണ്ണുണ്ടായിരുന്നു. അതിനുവേണ്ടി ആഭിചാരം ചെയ്യാൻ തുടങ്ങി. ഓരോരുത്തരും ആഭിചാരം ചെയ്തു. പക്ഷേ ആഭിചാരം ചെയ്തു എങ്കിലും ആ സമയത്തെല്ലാം എന്നെ ദൈവം ഉപവാസം എടുപ്പിച്ചപ്പോൾ അവർ ആഭിചാരമെല്ലാം നിഷ്പ്രമണമായി പോയി. ഞങ്ങൾക്കോ ഞങ്ങളുടെ കുടുംബത്തിനോ ഒന്നും സംഭവിച്ചില്ല. അങ്ങനെ ഇരിക്കെയാണ് ഞാൻ പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നപ്പോൾ ഞാൻ ഇപ്പോൾ ഇരിക്കുന്ന സഭയായ വിളപ്പിശാലയ്ക്കടുത്ത് കടുക്കാമുടുവൽ എന്ന് പറഞ്ഞാൽ പുതുവൽ, അവിടെ ഒരു ദൈവദാസനെ വേണമെന്ന് പറഞ്ഞു. അത് ആ ദൈവദാസനെ വേണമെന്ന് പറഞ്ഞ ഒരു മോഹൻ പാസ്റ്റർ എന്ന് പറഞ്ഞൊരു പാസ്റ്റർ ഉണ്ടായിരുന്നു. ആ പാസ്റ്റർ മുഖേന മിഷൻ ഫോർ നേഷൻസ് ട്രസ്റ്റ് എന്ന് പറഞ്ഞ ചർച്ചിൽ വന്നിട്ട് ഒരു പാസ്റ്റർ വേണം എന്ന് പറഞ്ഞു. അതിൻ്റെ ഡയറക്ടറായിട്ട് പ്രവർത്തിക്കുന്ന കല്ലിയൂർ കുഞ്ഞുമോഹൻ പാസ്റ്ററാണ്.
കല്ലിയൂർ കുഞ്ഞുമോൻ പാസ്റ്റർ വന്ന് എന്നോട് ഒരു ദിവസം വിളിച്ചു വന്നു. ഞാനവിടെ വന്ന് സഭയിൽ വന്നു പറഞ്ഞിട്ട് പ്രസംഗിക്കാൻ പറഞ്ഞു. ഞാനൊരു 20 മിനിറ്റോളം പ്രസംഗിച്ചു. 20 മിനിറ്റോളം പ്രസംഗിച്ചപ്പോൾ ആ ദൈവദാസൻ പറഞ്ഞു, തൽക്കാലം ഈ പാസ്റ്റർ ഒരു 3 മാസം ഇവിടെ ഇരുന്നാൽ മതി എന്ന് പറഞ്ഞു. കാരണം കുടുംബം എൻ്റെ കൂടി ഇല്ലാത്തതുകൊണ്ട്, കുടുംബമില്ലാത്ത ഒരു വ്യക്തിയെ ഞങ്ങൾക്ക് സഭയിൽ ഇരുത്താൻ പറ്റത്തില്ല, ഇതുകൊണ്ട് വേണ്ട എന്ന് പറഞ്ഞു. 3 മാസത്തേക്ക്. എന്നാൽ 3 മാസമെങ്കിൽ 3 മാസം മതിയെന്ന് പറഞ്ഞുകൊണ്ട് ആ സഭയിൽ ചാർജ് എടുക്കുകയും ആ ചാർജ് എടുത്ത് 3 മാസം കഴിഞ്ഞപ്പോൾ എന്നെ മാറ്റാൻ വേണ്ടിയിട്ട് തീരുമാനമെടുക്കുകയും കൊല്ലത്തിൽ നിന്ന് ഒരു കുടുംബമായിട്ട് ഒരു ദേവദാസനും കുടുംബം വന്നു, അവർക്ക് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴവിടുത്തെ വിശ്വാസികൾ പറഞ്ഞു, വേണ്ട, കുടുംബമായിട്ടുള്ള ദേവദാസൻ വേണ്ട, ഈ ദൈവദാസൻ മതി. കാരണം എന്തെന്ന് വെച്ചാൽ ഈ ദൈവദാസൻ ഇവിടെ ഇരുന്നിട്ട് അനുഗ്രഹമേ ഉണ്ടായിട്ടുള്ളൂ. അത് എൻ്റെ കഴിവോ മിടുക്കോ അല്ല, ദൈവം ചെയ്ത പ്രവൃത്തിയാണ്. അത് ഞാൻ ദൈവത്തെ നന്ദി പറയുന്നു. ആ ആരാധനാലയത്തിൽ ഞാൻ 4 വർഷം അവിടെ പ്രവർത്തിച്ചു. 4 വർഷം പ്രവർത്തിച്ചു ഇരുന്നപ്പോൾ ആ ദേവദാസൻ തന്നെ കല്ലൂരിൻ്റെ ഭാഗത്ത് കാക്കാമുല എടുത്ത് അവിടെ ഒരു ചർച്ച ഉണ്ടായിരുന്ന, അവിടെ എന്തോ പ്രശ്നമാണെന്ന് പറഞ്ഞു എന്നെ അങ്ങോട്ടയക്കുകയും അങ്ങോട്ടയച്ച് അവിടെ 4 വർഷം ഞാൻ അവിടെ ഇരിക്കുകയും ചെയ്തു. അങ്ങനെ ഇരുന്നപ്പോൾ 2020 എൻ്റെ മോള് ദന്തൽ ഡോക്ടറായിട്ട് പഠിച്ചു. അതിനിടയ്ക്ക് ഇത്തിരി ഇടുണ്ട്. മോള് +10ാം സ്റ്റാൻഡേർഡ് വരെ ഇവിടെ പഠിക്കുകയും, അതായത് കുന്നത്തുകൽ ശ്രീ ചിത്ര സ്കൂളിൽ പഠിക്കുകയും, അത് കഴിഞ്ഞ് +1ഉം +2 എല്ലാം പട്ടം സെൻറ്റ് മേരീസിൽ പഠിക്കുകയും ചെയ്തു. അപ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് താമസമാക്കുകയും, എനിക്ക് ദൈവത്തോട് വാഞ്ച ഉണ്ടായിരുന്നപ്പം മകളും വഴിതെറ്റാൻ പാടില്ല എന്ന് പറഞ്ഞ് ഞാൻ അങ്ങനെ ഇരിക്കുമ്പോൾ കുഞ്ഞിന് വന്നിട്ട് ട്യൂഷനുള്ളത് ഞായറാഴ്ച ദിവസങ്ങളാണ്. ഞാനങ്ങനെ വിഷമിച്ച് ആരാധന മുടക്കി എങ്ങനെയാണ് എൻ്റെ കുഞ്ഞിനെ ഞാൻ ട്യൂഷന് വിടും എന്നുള്ള ചിന്തയിലും മനസ്സ് പ്രയാസനപ്പെട്ടു ഇരുന്നപ്പോൾ ഞാൻ വെളുപ്പാങ്കാലം 5 മണിക്ക് ഞാൻ ആ തിരുവനന്തപുരം സിറ്റി പാളയത്തിലെല്ലാം കൂടി ചുറ്റി നടന്നു എവിടെയെങ്കിലും ആരാധനയുണ്ടോ എന്ന് നോക്കി. എന്നാൽ ദൈവകൃപയാൽ സത്യൻ മെമ്മോറിയൽ ഹാളിൽ 5:30 മണിക്കൊരു ആരാധന ഉണ്ടായിരുന്നു. ഈ 5:30 മണിക്കുള്ള ആരാധനയിൽ ഞാനും എൻ്റെ മകളും പോകും. അവിടെ ചെന്ന് 5:30 മണിക്ക് ആരാധന കഴിഞ്ഞു. 7:30 മണിക്ക് ഞങ്ങൾ വീട്ടിൽ വരും. 7:30 മണിക്ക് വീട്ടിൽ വന്നാൽ 8 മണിക്ക് മകളെ കൊണ്ട് ഞാൻ ട്യൂഷന് വിടും. കാരണം ആരാധന മുടക്കാൻ എൻ്റെ ദൈവം അനുവദിച്ചില്ല എന്ന് തന്നെ പറയാം. 4 വർഷം പഠിച്ചതിന് ശേഷം ഇവിടെ വന്ന് വിവാഹം കഴിഞ്ഞു. ഹരിപ്പാടാണ് മോളെ അയച്ചത്. അവർക്കൊരു കുഞ്ഞുണ്ട്. ദൈവകൃപയാൽ കുഞ്ഞിനിപ്പോൾ 3 വയസ്സുണ്ട്. ഭാര്യ സ്നാനപ്പെട്ടു. രക്ഷയുടെ ഭാഗത്ത് ഭാഗികമായിട്ടാണ് വന്നു. എന്നാലും ഇപ്പോൾ പഴയതുപോലെ ഒന്നുമില്ല. എന്നാൽ ഇപ്പോഴും ദൈവത്തോട് അവർക്ക് ദൈവം നല്ല കാര്യങ്ങൾ ചെയ്യുന്നെന്നുള്ള അനുഭവമുണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാനും ചില രോഗങ്ങൾ വരുമ്പോൾ എന്നെ വിട്ട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ദൈവകൃപയാൽ ഞങ്ങൾ സന്തോഷമായിട്ട് പോകുന്നു. മാത്രവുമല്ല, എനിക്ക് അനുഗ്രഹിക്കപ്പെട്ട ഒരു സഭ ഇപ്പോഴുണ്ട്. അവിടെ കുറച്ച് വിശ്വാസികളുണ്ട്. ഞങ്ങൾ നല്ല രീതിയിൽ ഒരു ആരാധനയും നടത്തി ഇപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തമിഴ്നാട്, മേഘാലയ തുടങ്ങിയ ഇന്ത്യയുടെ വിവിധ സംസ്ഥാനങ്ങളിൽ സഞ്ചാര സുവിശേഷകനായി നിരവധിയായ സുവിശേഷീകരണ പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമാണ് ഇന്ന് രാജൻ ചാക്കോ. ജീവിതത്തിൽ താൻ കണ്ടുമുട്ടിയ ക്രിസ്തുവിൻ്റെ സ്നേഹം അനേകരിലേക്ക് പകർന്ന് തൻ്റെ സാക്ഷ്യങ്ങളും അനുഭവങ്ങളും പങ്കുവച്ചുകൊണ്ട് സഞ്ചാര സുവിശേഷകനായി സുവിശേഷവേലയിൽ ജീവിതം തുടരുന്ന നെയ്യാറ്റിങ്കര മണിവിള സ്വദേശി സഞ്ചാര സുവിശേഷകൻ രാജൻ ചാക്കോയുടെ ജീവിതാനുഭവങ്ങളും സാക്ഷ്യങ്ങളും പങ്കുവച്ചുകൊണ്ട് മാനസാന്തരത്തിൻ്റെ പടവുകൾ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാവുന്നു.